ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. റമളാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ നല്ല ചൂടായി തുടങ്ങി വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലെ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ആക്കുന്നത്. അന്നത്തെ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷീണം കൂടാതെ നമ്മൾ നോമ്പ് എടുക്കേണ്ട രീതികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇപ്പോൾ മുറ്റത്തേക്ക് നല്ല വെയിൽ വരും നേരത്തെ തന്നെ. അപ്പോൾ ഞാൻ എണീറ്റ് ഉടനെ ആദ്യം നനച്ചെടുക്കുക ചെയ്യും. ഈ വെയിലൊക്കെ വരുന്നതിൻ്റെ മുന്നേ നനച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ടൈം കിട്ടില്ല. വൈകുന്നേരം നമ്മൾ കിച്ചണിലായിരിക്കുമല്ലേ. ഇനിയിപ്പോൾ കിച്ചണിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനക്കാനൊക്കെ ഒരു മടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നനച്ചെടുക്കും. പിന്നെ ഫ്രഷായിട്ട് ചെടികളൊക്കെ നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ ചെടികളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് പുതിയ നാമ്പുകൾ വരുമ്പോഴാണ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെ അത് നമുക്ക് കഴിഞ്ഞ മാസത്തിൽ കട്ട് ചെയ്യാനുള്ള ടൈമും കിട്ടില്ല, അതാണ്. പിന്നെ ഇനി രാവിലെ ആദ്യം ചെയ്യുന്ന പരിപാടി എല്ലാ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുട്ടാ. ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഒരു ചൂടും ഒരു ആവി വെക്കൂലേ. അപ്പോൾ അതിന് നമ്മൾ രാവിലെ തന്നെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടും. എണീറ്റ് കഴിഞ്ഞാൽ ഇത് രാവിലെ തന്നെ ഓരോരോ പണികളായിട്ട് വേഗം ചെയ്യട്ടാ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലർക്കൊരു ക്ഷീണം ഉണ്ടാവില്ല. എനിക്കൊരു തോന്നിട്ട് തലക്ക് എന്തോ മാതിരി തോന്നും, ഒരു തലക്കൊരു കറക്കൊക്കെ മാറ്റി തോന്നിട്ടായി. നമ്മൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ മാറ്റം വരില്ല. അതുകൊണ്ടാണ് കട്ടിലുമ്പോൾ അങ്ങനെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതൊന്ന് നനച്ചു കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതപ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേഗം പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കട്ടിലും ബെഡൊക്കെ നമ്മൾ പുതിയത് വാങ്ങിയതായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. ഒരു 12 വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ കട്ടിലും ബെഡൊക്കെ. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തതാണ്. അതിന് ചെറിയ ഇളക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതപ്പം നമ്മളതൊന്ന് മാറ്റിയതാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ ഒക്കെ ഒന്ന് കേടാവുമല്ലോ, അങ്ങനെ മാറ്റി കൊടുത്ത്. പിന്നെ വെള്ളം നനച്ച് കൊടുക്കുക കേട്ടോ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ രാവിലെ വേഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കഴിഞ്ഞിട്ട് വേഗത്തിലൊരു ഭാഗത്ത് ഇരിക്കും വേണം. ക്ഷീണം വേഗം വരും കേട്ടോ എനിക്ക് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചൂട് നോമ്പ് കൂടി സഹിക്കാൻ പറ്റില്ല. ഇതുവരെ നമുക്ക് നല്ല അതായിരുന്നു, നമുക്ക് ഇങ്ങനെ നോമ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ചൂടായി തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ ഓരോന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ബേസിനും കാര്യങ്ങളൊക്കെ കഴുകി. ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ തുടക്കണതിൻ്റെ മുന്നേ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ടേബിൾ തുടക്കുക, ബേസിൻ കഴുകുക, പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കും, മാറ്റുകളും മാറ്റും. അങ്ങനെ ഒക്കെ ചെയ്തതിന് ശേഷം തുടക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തുടക്കലാണ് കഴിയൂട്ടാ. ഒരു 5 മിനിറ്റ് അല്ല ഒരു 10 മിനിറ്റ് അത് എനിക്ക് തുടക്കാൻ വേണ്ടി. ഇതാന്ന് പറയുമ്പോഴത്തേക്കും തുടക്കൽ കഴിയും. പിന്നെ ഇങ്ങനെ ഓരോരോ പണികൾ, ക്ലീനിങ്ങിൻ്റെ പണികൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിനൊരു സ്പീഡും ഉണ്ടാവും, ഒരു വൃത്തി ഉണ്ടാവില്ലേ. നമ്മൾ അത് ക്ലീനിങ് ചെയ്യുന്നത് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ എന്തോ വീട് നല്ല വൃത്തി, നല്ല സ്മെല്ലിനൊക്കെ എന്തെങ്കിലും ഒഴിച്ച് നമ്മൾ തുടച്ച് ബേസിനൊക്കെ നല്ല സ്മെല്ലോട് കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ എനിക്കത് വേഗം കഴിയുകയും ചെയ്യും. പിന്നെ നമ്മുടെ സോഫൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു ചെറിയ സ്റ്റിച്ചൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ അവിടെ അങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഫർണിച്ചറും സാധനങ്ങളും, അല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സാധനങ്ങൾ പരത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. തുടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ക്ലീനിങ് പെട്ടെന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചിട്ട് ഒരുക്കി നമ്മളെ വീട് എപ്പോഴും കൊണ്ടുപോയാൽ നമുക്ക് ക്ലീനിങ് ഭയങ്കര ഈസി ആയിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഫർണിച്ചറും കാര്യമൊന്നും ഇല്ലാതെ തുറക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണല്ലോ. നല്ല പ്ലെയിനും നല്ല സ്പേസൊക്കെ ആയിട്ട് കിട്ടും. അല്ലെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് ഒഴിവാക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ വീട് ക്ലീൻ ചെയ്യാനും നമുക്ക് നല്ല ഈസി ആയിരിക്കും. പിന്നെ രാത്രിയിൽ അടിക്കാൻ പാടില്ല, ബർക്കത്ത് കുറയുന്നൊക്കെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രിയിൽ അങ്ങനെ അല്ല അടിക്കൽ. നമ്മൾ അത്താഴത്തിന് എണീക്കുമല്ലോ. അപ്പോൾ അത്താഴത്തിന് എണീക്കുമ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകി, ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഗ്യാസും ഒക്കെ എല്ലാതും തുടച്ചിട്ടും എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചിലപ്പോൾ ഞാനൊന്നും അടിച്ചെടുക്കും കേട്ടോ. കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും രാത്രി അങ്ങനെ അപ്പോൾ നേരം വെളുക്കാനുള്ളൊരു സമയമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കണ്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ വേഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേഗം തുടച്ച്
തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ബേസിൻ കഴുകൽ, ടേബിൾ തുടക്കൽ അങ്ങനെ അതൊക്കെ ഞാൻ എന്തെങ്കിലും സ്പ്രേ വെച്ചിട്ട് തുടച്ചിട്ട് പിന്നെ നല്ല സ്മെല്ലോട് കൂടി അങ്ങോട്ട് അടിയിൽ നിലമൊക്കെ തുടച്ച് കഴിഞ്ഞാൽ വീട് നല്ല ക്ലീനായിരിക്കും, നല്ല ഫ്രഷായിട്ട് തോന്നും. പണികളും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഗാർഡനിൽ നമ്മൾ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഈ ഒരു പൂമ്പാറ്റ സ്ഥിരമായിട്ട് വരുന്നതാണ്, കുറേ പൂമ്പാറ്റകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ഇത് ഒരെണ്ണം എന്തായാലും ഈ ഒരു ചെടീൻ്റെ മുകളിൽ ഈ തേൻ കുടിക്കാനായിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ കരുതും കുറച്ചും കൂടിയും ഈ പൂക്കളുള്ള ചെടികൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് പൂമ്പാറ്റകളും കിളികളൊക്കെ നമ്മളെ മുറ്റത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണല്ലോ കാണാൻ. നമ്മൾ അവർക്ക് ഉണ്ടാക്കുന്നൊരു ഫുഡാണതില്ലേ, അവർക്ക് ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ ആക്കി കൊടുക്കുന്നത്, ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നമുക്കും ആസ്വദിക്കാം അവർക്കും ആസ്വദിക്കാമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് പൂക്കളുള്ള ഒരാളെ കൂടി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ നമ്മളൊരു ചെമ്പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു ചെടിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഒരുപാട് മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ മുട്ടുകളുള്ള പ്ലാന്റ് നോക്കിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഒരു 3-4 ഒരുമിച്ച് ഇതുമായി വിരിയലുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു ഫിഷ് പോണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ 2 സൈഡിലും ഞാൻ ഇതുപോലെ ഇനി ചെമ്പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സൈഡിലുള്ളത് ഒരു മഞ്ഞ ചെമ്പരത്തിയാണ്, മറ്റേ സൈഡിലൊരു പീച്ച് മോഡലൊരു ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ച സമയത്ത് പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഇനി മുട്ടുകളുണ്ട്, അത് വിരിയും. അപ്പോൾ വിരിയുമ്പോൾ അതുകൂടി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇപ്പോൾ അതുമതാ 2 മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അത് പൂക്കൾ വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ട്, അതും വേറെ 2 ഷെയ്ഡുള്ളൊരു ചെമ്പരത്തി തന്നെയാണ്. അപ്പോൾ ചെമ്പരത്തി ആണെങ്കിലും ഏത് പൂക്കളാണെങ്കിലും നമ്മളങ്ങനെ ഒരുപോലെ കൊണ്ടുപോകുമ്പോൾ നല്ല രസമാണല്ലോ കാണാൻ. അപ്പോൾ പൂക്കളുള്ള കുറച്ച് പ്ലാന്റുകളും കൂടി കൊടുന്ന് വെക്കണം. അതൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ വേഗം പോയി കുളിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ മുന്നേ മെഷീനിൽ ഞാൻ അലക്കാനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ അങ്ങനെ അലക്കലും നടക്കും, നമ്മളെ പണികളും നടക്കും, അങ്ങനെ ഒരുമിച്ച് നടക്കുമല്ലോ. അപ്പോൾ അത് ആദ്യം രാവിലെ തന്നെ അലക്കാനുള്ളതാണ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇനി ഉണക്കാനും കൂടി നിൽക്കുന്നുണ്ട്. ഈ നോമ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് രാവിലെ തലവേദന വരും, ചിലർക്ക് ഇങ്ങനെ ഒമിറ്റ് ചെയ്യാൻ വേണ്ടി വരും, അങ്ങനെയൊക്കെ ചിലർക്ക് ഉണ്ടാവില്ലേ. ചിലർക്ക് രാവിലെ ഒരു തലകറക്കം പോലെ ക്ഷീണന്മാരൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ രാവിലെ എന്തെടുക്കണം, ഏത് സമയത്ത് നമ്മളെ പണികൾ തുടങ്ങണം എന്നുള്ളതൊക്കെ നമ്മളാണ് തീരുമാനിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കിടക്കുന്ന ആളുകളുണ്ടാവും, രാവിലെ ഉറങ്ങി എണീക്കാൻ ഈ ഒരു സമയത്തെ പറ്റുള്ളൂ എന്ന് കരുതുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എനിക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു തലക്ക് എന്തോ പോലെ തോന്നിട്ടാ, ഒരു ചെറിയ കറക്കമാതിരി. പക്ഷേ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റിലാക്സ് ആയതിന് ശേഷം എണീറ്റിട്ട് നമ്മൾ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നിസ്കാരവും ഓത്തും പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ കിടക്കൽ. കുറച്ച് പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുക. അപ്പോഴേക്കും സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കിടക്കും, അല്ലെങ്കിൽ ആ തലക്കറക്കയിലേക്ക് വരും. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ വൈകുന്നേരം നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പത്തിരി വാട്ടിയിട്ട് ഒന്ന് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോളത് പ്രസ് ചെയ്തിട്ട് ചൂടുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതിന് ചിക്കൻ കൊണ്ടാട്ടാണ്, അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ചിക്കനേക്ക്. അപ്പോൾ ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, കുരുമുളക് പൊടി, കസൂരി മേത്തി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ഉപ്പ്, ഇങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടും പത്തിരി പിന്നെ കിഴങ്ങ് കറി ഇട്ടൊന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഇനി ഒന്ന് കുറച്ച് സ്നാക്സുകൾ കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇന്ന് മോന് പറഞ്ഞ് അവനക്ക് സ്നാക്സ് വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാക്കലില്ല. പിന്നെ ചെറിയ മക്കൾ നോമ്പെടുക്കുമ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്തോ പോലെയാണ്.
ഒരു ചെറുനാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂൺ കസൂരി മേത്തിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ചിക്കനിക്ക് എല്ലാതും നന്നായിട്ട് പിടിക്കും. പത്തിരി ഏകദേശം അവൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇനി 2-3 ദിവസം അവൾക്ക് ലീവാണ്. ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട് എക്സാമിന്. 10ാം ക്ലാസ്സാണ്. അപ്പോൾ ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ എക്സാമുള്ള സമയത്ത് ഒന്നിനും ഞാൻ വിളിക്കലില്ല. കാരണം അവരുടെ ഇതായിട്ട് നിൽക്കട്ടെ എന്ന് എഴുതിയിട്ട്. പത്തിരിയൊക്കെ അങ്ങനെ നമ്മൾ ചുട്ടെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പത്തിരി പണിയായാലും എല്ലാ പണിയായാലും എല്ലാ കാര്യങ്ങൾക്കും മക്കളെ കൂടെ കൂട്ടലുണ്ട്. മക്കൾ ചെറുതിനെ ഞാൻ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിക്കലുണ്ട് കേട്ടോ. സ്നാക്സിനുള്ള ഉള്ളി നമ്മൾ ചോപ്പറിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു അരമണിക്കൂർ ഇപ്പോൾ പത്തിരി ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ചിക്കന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം ഓയിലില്ലാതെയാണ് ഞാൻ ഫ്രൈ ആക്കുന്നത്. അങ്ങനെ നമ്മൾ അതവിടെ ഫ്രൈ ആകുമ്പോഴേക്കും ഇനി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുളക് ബജി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറൊരു സ്നാക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മുളക് ബജിക്കുള്ള ബാറ്റർ റെഡിയാക്കുകയാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 3 സ്പൂണ് കടലമാവും അതേമാതിരി തന്നെ നമ്മൾ മൈദയും കൂടി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് നമ്മളെ സ്നാക്സുക്കുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്നാക്സ് ഞാൻ അങ്ങനെ കഴിക്കലില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും സ്നാക്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ. എണ്ണ പൊരിച്ചൊരു സാധനങ്ങളും ഞാൻ അങ്ങനെ കഴിക്കലില്ല. അങ്ങനെ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ചിക്കൻ ഫ്രൈ ആക്കിയത് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ ഇനി കുറച്ച് സവാള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് മോള് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഉള്ളിയും സവാളയും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പത്തിരിയും അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരോ സ്പൂണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കസൂരി മേത്തി കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു അര സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടികളുടെ മണക്ക മാറിയതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മോളിവിടെ ബജി പൊരിക്കുന്നുണ്ട്, മുളക് ബജി. അവൾക്ക് ഇഷ്ടമുണ്ട് ഈ മുളക് ബജി. അവളും ഞാനും മാത്രമേ മുളക് ബജി കഴിക്കുള്ളൂ. മോന് ചെറുതല്ല, അവനക്ക് ആ എരിവുള്ളത്. ഇനി നമ്മളതിൻ്റെ ഉള്ളത്തെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കൽ. പക്ഷെ എന്നാലും അവനക്ക് മുളക് ബജി ഇഷ്ടമില്ല. അങ്ങനെ അത് അവളെ പൊരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക് പൊടിച്ച കേട്ടോ, ചില്ലി ഫ്ലേക്സ്. അപ്പോൾ അത് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ ടൊമാറ്റോ സോസ് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊണ്ടാട്ടം ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ക്ഷീണം വരാതെ നോമ്പെടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ ഫ്രൂട്ട്സും വെള്ളവും പിന്നെ എന്തെങ്കിലും പച്ചക്കറികളില്ലേ അതൊക്കെ കാര്യമായിട്ട് കഴിക്കണം. അപ്പോഴാണ് നമുക്ക് ക്ഷീണം വരാതെ നമുക്ക് നോമ്പെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. മക്കൾ നോമ്പെടുക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ചിക്കനായാലും ബീഫായാലും ഒന്നും വല്ലാതെ കഴിക്കില്ല. എനിക്ക് വലിയ ഇഷ്ടമില്ല. ബീഫ് മോൻ കഴിക്കില്ല. അതുകൊണ്ട് പിന്നെ ബീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ അവനക്ക് വേറെ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അങ്ങനെയാണ്. പിന്നെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇന്ന് ചിക്കൻ ചീസ് പൊട്ടാറ്റോ ബോളാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോപ്പറിൽ കുറച്ച് ഉള്ളി നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉപ്പിട്ടും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഒരു അര സ്പൂണ് ഒറിഗാനോ, പിന്നെ ഒരു അര സ്പൂണ് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇരുന്നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പൊടികളൊക്കെ. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, വേവിച്ചിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് ചിക്കൻ ഇതുവരെ തീർന്നിട്ടില്ല, കുറേ കൂടി ഇട്ടാൽ ബാക്കി ഒരു കേടും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ചിക്കൻ, ഒരു 3-4 സ്പൂൺ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കനായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്കത് ആപ്റ്റാണ്, നമുക്കത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ സ്നാക്സിൻ്റെ ഈ ഇതും കൂടി കൂട്ടുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ്റെ. അപ്പോൾ അത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. കൂടുതലായിട്ടൊന്നും കഴിക്കാൻ സമ്മതിക്കില്ല കേട്ടോ, 1-2 കഴിക്കാൻ സമ്മതിക്കുള്ളൂ. അവന് നോമ്പ് എടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ നോമ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നാക്സുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണമാണ്, കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മക്കളല്ല, അവർക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അങ്ങനെ അറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ അത് കയ്യിൽ വെച്ചിട്ടൊന്ന് കുറച്ചെടുത്തിട്ടൊന്ന് പരത്തിയിട്ട് അതിലേക്ക് ഒരു കഷ്ണം നമ്മളെ ചീസിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും റൗണ്ട് ചെയ്തതിന് ശേഷം മുട്ടയിലൊന്ന് മുക്കിയിട്ട് നമ്മളെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് ഈ സംഭവം. ഇതൊന്ന് നമ്മളിങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീസൊക്കെ മെൽറ്റായിട്ട് കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി മോൾക്ക് കൊടുത്തിട്ടുണ്ട്, അവൾ ഉണ്ടാക്കിയെടുക്കും ഇനി. അപ്പോൾ ഇങ്ങനെ ചീസ് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ബോളാക്കിയിട്ട് എടുത്തിട്ട് കഴിക്കുമ്പോൾ അത് ഷേപ്പ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യട്ടെ, ബോളാക്കിയിട്ട് വേണമെങ്കിലും പിന്നെ നമുക്കത് അങ്ങനെ ഉരുട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ബോളാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്നാക്സ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സാണ്. ഏത് സ്നാക്സ് ഉണ്ടാക്കിയാലും ഞാൻ പറഞ്ഞ പോലെ ഒരെണ്ണമായിട്ട് ഞാൻ കഴിച്ചെങ്കിലായി എന്നുള്ള രീതിയിലുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കലില്ല, എല്ലാവർക്കും ഒരെണ്ണം അല്ലെങ്കിൽ 2 വീതെടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇക്ക പറയും എന്നോട് ഇങ്ങനെ നോമ്പിന് ഇക്ക അവിടെ നിൽക്കലില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് എനിക്ക് ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്നാക്സുകൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം വരും, അപ്പോൾ അത് എനിക്കിഷ്ടമല്ല എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ ഈ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതും എന്തോ പോലെയാണല്ലോ അല്ലേ. അവർക്ക് ചെറിയ മക്കൾ നോമ്പെടുത്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് ഇതൊരു നോമ്പിൻ്റെ ഒരു രസം വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ നോമ്പെടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാഷാ അല്ലാഹ് ഇതുവരെയുള്ള എല്ലാ നോമ്പും എടുത്തിട്ടുണ്ട് മോന്. 9 വയസ്സാണ് അവനക്ക് ആയിട്ടുള്ളത്. 9 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, 10 ആയിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒക്കെ അവന് നോമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ പത്തിരിക്കുള്ള പൊട്ടാറ്റോ കറിയാണ് കേട്ടോ, ഉരുളൻകിഴങ്ങ് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ് ഇത്. നമ്മളെ നല്ല രസമാണല്ലോ പത്തിരിക്ക്, അതും നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം കൂടി നല്ല കോംബോ ആണ്. പിന്നെ തേങ്ങ വറുത്തിട്ട് നമ്മൾ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വേഗം എടുത്തിട്ട് വറുത്തരച്ച കറി നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ സ്നാക്സും കുറച്ച് വെള്ളങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ജ്യൂസ് അടിക്കുന്നുണ്ട് മോൾ അവിടെ ഇട്ടാൽ. അപ്പോൾ വെള്ളങ്ങൾ ഇവിടെ മസ്റ്റാണ്, വെള്ളം നന്നായിട്ടുണ്ട് കുടിക്കും. അങ്ങനെയാണ് നമ്മൾ നോമ്പ് പറക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നോമ്പ് തറ ഇന്ന് ഇങ്ങനെ കഴിഞ്ഞു. ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. നമ്മളെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടും. പിന്നെ ലൈക്കും കൂടി ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. കമൻസുകൾ അറിയിക്കട്ടെ, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.